എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു ഭാര്യയും ഭർത്താവും താമസമുണ്ട്. എല്ലാ ദിവസവും അവിടെ നിന്ന് വഴക്ക് കേൾക്കാം, അതും ഒരു പ്രത്യേക സമയത്ത്. ഈ ഭർത്താവ് വീട്ടിൽ തിരിച്ചു വരുന്ന സമയത്താണ് ഈ പ്രശ്നം. ഞാനൊരു ദിവസം അവിടുത്തെ ആൻറ്റിയോട് ചോദിച്ചു, എന്നും ഈ സമയത്ത് കൃത്യമായിട്ട് ഈ വഴക്ക് എങ്ങനെ ഉണ്ടാകുന്നു? അപ്പോൾ അവർ പറഞ്ഞു, അത് വെറുതെ ഒരു വഴക്കാണ്, കാര്യമൊന്നുമില്ല. എന്തൊക്കെയോ എന്നോട് പറയും, ഞാനതൊന്നും ചെയ്യില്ല. ആ അങ്കിളിനോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ വയസ്സുകാലത്ത് ഇങ്ങനെ വഴക്കിടുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 40 വർഷമായിട്ട് ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം ഇന്നും അവളതനുസരിക്കില്ല. അത് എന്താണോ എനിക്കിഷ്ടമില്ലാത്തത് അത് തന്നെ ചെയ്തു വയ്ക്കും, എങ്ങനെ വഴക്കിടാതിരിക്കും? ഞാൻ വീണ്ടും ഭാര്യയോട് ചോദിച്ചു, എന്തിനാണ് ആൻറ്റി ഇങ്ങനെ വഴക്കിടുന്നത്? അതങ്ങ് ചെയ്തു വെച്ചാൽ പോരെ? അപ്പോഴെന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ, ഞാനത് ചെയ്തു വെച്ചാൽ പിന്നെ ഇവിടെ യാതൊരു കുഴപ്പവുമില്ല, അദ്ദേഹം എന്നോട് മിണ്ടത്തുമില്ല, ആഹാരവും കഴിക്കും, പോയി കിടന്നുറങ്ങും. ഇത് ഞാൻ ചെയ്തു വെക്കാതിരുന്നാൽ എന്തെങ്കിലും വഴക്ക് പറയും. ഞങ്ങളുടെ ഇടയിലുള്ള ആകെ ഒരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം അതുമാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഭർത്താവിൻ്റെ ആശയവിനിമയം, അദ്ദേഹവുമായി കണക്റ്റഡ് ആവാൻ, അല്ലെങ്കിൽ അദ്ദേഹവുമായി വർത്തമാനം പറയാൻ, അദ്ദേഹത്തിനോട് കുറച്ച് സമയം ചെലവഴിക്കാൻ ഒരു ഭാര്യ കണ്ടെത്തിയ മാർഗമാണ് അത്. അദ്ദേഹം പറയുന്നൊരു കാര്യം അനുസരിക്കാതിരിക്കുക. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എല്ലാ മനുഷ്യർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ഇഷ്ടമാണ്, വർത്തമാനം പറയാൻ ഇഷ്ടമാണ്, ആശയവിനിമയം നടത്താൻ ഇഷ്ടമാണ്. ഇതൊക്കെ ഒരു മാനസിക ആവശ്യമാണ് മനുഷ്യരുടെ. പക്ഷെ പല വീട്ടുകാരും ഇത് തിരിച്ചറിയുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ മനുഷ്യർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അഭിനന്ദിക്കപ്പെടുക എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? നീ സുന്ദരിയാണെന്നോ, നീ മിടുക്കിയാണെന്നോ, നീ നല്ല ബുദ്ധിമതിയാണെന്നോ ഒരു ഭർത്താവ് പറയുമ്പോൾ, ഇല്ലെങ്കിൽ നീ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തെന്നോ ഒക്കെ പറയാൻ ഭർത്താക്കന്മാരും തയ്യാറാകണം. അത് ആഗ്രഹിക്കുന്ന ഒരുപാട് ഭാര്യമാരുണ്ട്, തിരിച്ചുമുണ്ട്. ഭർത്താവിനെ പറ്റി നല്ല വാക്കുകൾ കേൾക്കാൻ ഏത് ഭർത്താവും ഇഷ്ടപ്പെടും. പക്ഷെ ജീവിച്ച് വരുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോവുകയാണ്. ഞങ്ങൾ മനഃശാസ്ത്രത്തിൽ ഇതിന് പറയുന്നത് സ്ട്രോക്കിംഗ് എന്നാണ്. നമ്മൾ ശാരീരികമായിട്ട് തലോടുക, തടകുക എന്നൊക്കെ പറയുന്നതിന് തുല്യമാണ് മാനസികമായി നമ്മൾ അവരെ തലോടുക. അതിനെയാണ് സ്ട്രോക്കിംഗ് എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾ പറഞ്ഞ് അഭിനന്ദിക്കുന്നതിനെ നമ്മൾ പോസിറ്റീവ് സ്ട്രോക്ക് എന്നും, ഇനി നമ്മൾ വളരെ മോശമായിട്ട് എപ്പോഴും വഴക്കിടുകയും ഒക്കെ ചെയ്യുന്നതിന് നെഗറ്റീവ് സ്ട്രോക്ക് എന്നും പറയും. നീ കൊള്ളത്തില്ല, നീ അഹങ്കാരിയാണ്, നിനക്ക് യാതൊരു ബോധവുമില്ല, ഈ തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് സ്ട്രോക്സാണ്. നീ എന്തെല്ലാം കാര്യങ്ങൾ ഈ വീടിന് വേണ്ടി ചെയ്യുന്നു, നീ നല്ല മിടുക്കിയാണ്, നീ എനിക്കൊരു ഭാഗ്യമാണ് എന്ന് പരസ്പരം പറയുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ടുള്ളൊരു സ്ട്രോക്കാണ്. ഈ പോസിറ്റീവ് സ്ട്രോക്കും നെഗറ്റീവ് സ്ട്രോക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഈ നെഗറ്റീവ് സ്ട്രോക്കിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെന്നാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോ സ്ട്രോക്ക്. ചില വീടുകളിൽ പരസ്പരം ആശയവിനിമയമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പോസിറ്റീവ് സ്ട്രോക്സ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ദയവ് ചെയ്ത് നെഗറ്റീവ് സ്ട്രോക്സ് എങ്കിലും കൊടുക്കുക. ഇനി ഒരു മൂന്നാമത്തെ തരത്തിലുള്ള സ്ട്രോക്കുണ്ട്, മിക്സഡ് സ്ട്രോക്ക്. മിക്സഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ കുറ്റമുണ്ട്, ആ കുറ്റമുണ്ട് എങ്കിൽ ആ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു നല്ല കാര്യവും കൂടെ പറഞ്ഞാൽ നമ്മൾ വളരെ ജെന്യുവിനായിട്ട് നമ്മുടെ ഒരു ആശയവിനിമയം നടത്താനും സാധിക്കും, അവരുടെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനും സാധിക്കും. നീ ഒരുപാട് അശ്രദ്ധയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന്, ഇതാണ് മിക്സഡ് സ്ട്രോക്ക്. അശ്രദ്ധയാണ് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്രയുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ സ്ത്രീക്ക് കിട്ടുന്ന രണ്ടും കൂടി കലർന്ന ഒരവസ്ഥ, ഇതിനെ മിക്സഡ് സ്ട്രോക്ക് എന്ന് പറയും. ആദ്യം എല്ലാ മനുഷ്യരും ചെയ്യേണ്ടത്, നമ്മൾ വളരെ ജെന്യുവിനായിട്ട് നമ്മൾക്ക് തോന്നുന്ന നല്ല കാര്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കി പറയാൻ പഠിക്കുക. ഇത് സുഹൃത്തുക്കളുടെ ഇടയിലും കൊളീഗ്സിൻ്റെ ഇടയിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിലും എല്ലാം വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ മനഃപൂർവ്വം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു ഗുണമാണ്. പോസിറ്റീവായിട്ട് മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ ശീലിക്കുക.
പോസിറ്റീവായിട്ട് പറ്റുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് വഴക്കിടുകയെങ്കിലും നിങ്ങൾ ചെയ്യുക. അതാണ് നെഗറ്റീവ് സ്ട്രോക്സ്. നോ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അവഗണനയാണ്. അത് ഒരിക്കലും ഒരു വീട്ടിൽ പാടില്ല. വ്യക്തിബന്ധങ്ങൾ തകർന്നു പോകാൻ ഈ നോ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് സാധിക്കും എന്ന് നിങ്ങൾ ഓർക്കുക. മിക്സഡ് സ്ട്രോക്കും ആളുകൾ സ്വീകരിക്കും, പക്ഷേ സ്ട്രോക്ക് കൊടുക്കാതെ ഇരിക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.